സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. പവർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. ഡിപ്ലോമ ബേസ്ഡ് എക്സാംസിനും ബിടെക് ബേസ്ഡ് എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്കത് എടുത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് എന്താണ് ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ, സോ വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്നിങ് അറസ്റ്റർ ആണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റ്നിങ് അറസ്റ്റർ എന്താ ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് അല്ലേ. ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ലൈറ്റ്നിങ് അറസ്റ്റർ ഈസ് നത്തിങ് ബട്ട് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലൈറ്റ്നിങ് അറസ്റ്ററിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്താ നമുക്ക് ഈ ലൈറ്റ്നിങ് എങ്ങനെയാണെന്ന് വരും നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ്നിങ്? Lightning means it is nothing but an electrostatic discharge between two oppositely charged cloud or cloud and ground, or between two oppositely charged centers of same cloud. നമുക്ക് ഡെഫിനിഷൻ അങ്ങനെ പറയുന്നത്. ദാറ്റ് മീൻസ് ലൈറ്റ്നിങ് മീൻസ് എന്തായിരിക്കും? ഇറ്റ്സ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ആണ്. അതൊരു ഡിസ്ചാർജ് ആണ് സംഭവം. ഇറ്റ്സ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. ഇങ്ങനെ ആയിരിക്കും ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ക്ലൗഡ്സ്. ബിറ്റ്വീൻ ഒന്നാമത്തത് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ക്ലൗഡ്സ് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും? എങ്ങനെ ആയിരിക്കും? ബിറ്റ്വീൻ ടു ഓർ ക്ലൗഡ് ആൻഡ് ഗ്രൗണ്ട് അല്ലെ, ഓർ ക്ലൗഡ് ആൻഡ് ഗ്രൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും? ഓർ എന്തായിരിക്കും? Between two opposite charged centers of same cloud, or between two opposite charged centers of same cloud. അതാണ് ലൈറ്റ്നിങ് അറസ്റ്റർ is an electrostatic discharge either due to oppositely charged clouds. For example, ഇത് ക്ലൗഡ് ആണെങ്കിൽ, ഇതൊരു ക്ലൗഡ് ആണ്. ഫസ്റ്റ് കേസ് പറയാണ്, ഒരു ക്ലൗഡ് ആണ്. ഇതെന്താ? ടു ഓപ്പോസിറ്റ്ലി ചാർജ് ക്ലൗഡ്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ്. ഈ ക്ലൗഡിൻ്റെ പോസിറ്റീവ് ചാർജ് ആണ്, ഈ ക്ലൗഡിന് നെഗറ്റീവ് ചാർജ് ആണ്. എന്ത് ചെയ്യും? യവന്മാർ തമ്മിൽ ഈ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് കാൾഡ് ഇതായിരിക്കും ടു ഓപ്പോസിറ്റ് ഡിസ്ചാർജ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ക്ലൗഡ്സ് അല്ലെ, നമുക്ക് പറയാൻ പറ്റും. അടുത്തായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ക്ലൗഡ് ഓർ ഗ്രൗണ്ട് അല്ലെ. ഇത് ക്ലൗഡ് ആണെങ്കിൽ നോർമലി ക്ലൗഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലൗഡ് നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. നമ്മൾ ക്ലൗഡ് എന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും വരിക? ഗ്രൗണ്ടുമായിട്ട് ഡിസ്ചാർജ് സംഭവിക്കും. ദിസ് ഇസ് ദ വൺ. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ ക്ലൗഡ് ആൻഡ് ഗ്രൗണ്ട്, ഓർ എന്തായിരിക്കും? ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ചാർജ് സെന്റേഴ്സ് ഓഫ് സെയിം ക്ലൗഡ്. ഒരു ക്ലൗഡിന്റെ സെയിം ക്ലൗഡ്, ഈ ക്ലൗഡിന് എന്തായിരിക്കും? ചിലപ്പം ഒരു ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ്. സെയിം ക്ലൗഡിന്റെ തന്നെ എന്ത് ചെയ്യും? യവന്മാർ തമ്മിലുള്ളൊരു ഡിസ്ചാർജ് സംഭവിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ലൈറ്റിംഗ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ either two oppositely charged clouds or cloud and ground, or between two clouds or between two charge centers of same cloud. ഇതാണ് നമ്മൾ ലൈറ്റിംഗിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ലൈറ്റിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് പോയിന്റ് നമുക്ക് നോക്കാം. ഇതായിരിക്കും most of the clouds are negatively charged. ഒന്നാമത്തെ നോട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തായിരിക്കും ഒന്നാമത്തെ നോട്ട്? most of the clouds are എന്തായിരിക്കും? negatively charged. And how the charges are produced in the cloud? It is the charges are produced due to friction. Are produced in clouds due to എന്തായിരിക്കും? friction. Clouds due to friction. അപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള കണ്ടീഷൻ പറഞ്ഞു. ഏത് എന്തായിരിക്കും? രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ് ക്ലൗഡ്സ് തമ്മിലുള്ള ഡിസ്ചാർജ്, അല്ലെങ്കിൽ എന്തായിരിക്കും? ക്ലൗഡും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്ചാർജ്, അല്ലെങ്കിൽ എന്തായിരിക്കും? സെയിം ക്ലൗഡിന്റെ രണ്ട് ചാർജ് സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്ചാർജ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് നമ്മൾ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഈസ് 20 to 100 kilo amps.
ദാറ്റ് മീൻസ് അങ്ങനെ ഡിസ്ചാർജ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഏത് റേഞ്ചിലായിരിക്കും സംഭവിക്കുക? ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഇസ് ഇൻ ദ റേഞ്ച് ബിറ്റ്വീൻ എത്ര ആയിരിക്കും? 20 to 100 കിലോ ആംസ്. 20 to 100 കിലോ ആംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് എ ട്രാൻസിയന്റ്. ഇതൊരു ട്രാൻസിയന്റ് ആണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? വളരെ ചെറിയ സമയം കൊണ്ട് ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് therefore we can say that is a transient. ഓർത്ത് വയ്ക്കുക ഈ പോയിന്റ്സ്, ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? There are two types of lightning. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് types of lightning. There are two types of lightning. Types of lightning. Types of lightning. There are two types of lightning. ഒന്നാമത്തെ എന്തായിരിക്കും? Direct stroke of lightning. First one is direct stroke of lightning. And the second one is എന്തായിരിക്കും? Indirect stroke of lightning. Indirect stroke of lightning. So what is meant by direct stroke എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമ്മളുടെ ക്ലൗഡ് ആണ്. സപ്പോസ് നമ്മുടെ ക്ലൗഡ് ആണ്. ഇവിടാണ് നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത് വിചാരിക്കാം. This is the cloud and this is the conductor. നമ്മുടെ കണ്ടക്ടർ ഒരു ആംഗിൾ ഇരിക്കാന്ന് വിചാരിക്കാം. This is our conductor. So ഈ ഡയറക്ട് ഷോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? That means the discharge ഈ ക്ലൗഡ് എന്ത് ചെയ്യും? That means the charge induced in the എന്തായിരിക്കും? ക്ലൗഡ് ഈസ് ഡിസ്ചാർജ്ഡ് വിത്ത് ത്രൂ അവർ ലൈറ്റ് അല്ലേ? എന്തായിരിക്കും വരിക? ഇങ്ങനെ ആയിരിക്കും ഡിസ്ചാർജ് സംഭവിക്കുക. ദാറ്റ് മീൻസ് ഇങ്ങനെ ഡിസ്ചാർജ് സംഭവിക്കാൻ നമ്മൾ പറയാൻ പറ്റും ഇറ്റ് ഇസ് കാൾഡ് ഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇസ് കാൾഡ് ഡയറക്റ്റ് സ്ട്രോക്ക്. അടുത്ത ഇൻഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇൻഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ക്ലൗഡ് ആണ്. ഇവിടെയാണ് നമ്മളെ കണ്ടക്ടറെങ്കിൽ കണ്ടക്ടർ ഇങ്ങനെ ആണെങ്കിൽ ഇതായിരിക്കും ഈ ക്ലൗഡിന്റെ നമ്മൾ പറഞ്ഞു ക്ലൗഡ് നോർമലി നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ഈ ക്ലൗഡ് എന്ത് ചെയ്യും? ദിസ് ക്ലൗഡ് വിൽ ഇൻഡ്യൂസ് പോസിറ്റീവ് ചാർജസ് ഇൻ ദ ലൈൻ. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഹൈ വോൾട്ടേജ് ഹൈ ചാർജസ് ഇവിടെ അപ്പുറത്തും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഹൈ ചാർജസ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ദാറ്റ് മീൻസ് നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഹൈ ചാർജസ് ഡെവലപ്പ് ചെയ്യും. ഈ ഹൈ ചാർജസ് എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ദ ട്രാൻസ്മിഷൻ ലൈനിന്റെ ലെങ്തിലോട്ട് എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ഇത് സഞ്ചരിക്കുകയും ചെയ്യും. അതിന്റെ പരമായിട്ട് എന്തുണ്ടാവും? That means this charges developed due to this indirect stroke is it travels towards the length of the conductor and as a result എന്ത് ചെയ്യും? ഇവിടേക്ക് എന്തെങ്കിലും apparatus ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഡാമേജ് ആക്കും. സോ നമുക്ക് അപ്പോൾ എന്ത് പറയാൻ പറ്റും? One point to remember എന്തായിരിക്കും? Indirect stroke is more dangerous. So our conclusion is first point എന്തായിരിക്കും? The indirect lightning stroke is more dangerous. Very important ആണ്. Indirect lightning stroke. Indirect lightning stroke is more danger. Indirect lightning stroke is more danger. First point. Then അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രോക്ക് പഠിച്ചു, രണ്ട് ലൈറ്റിംഗ് പഠിച്ചു. എന്നതായിരിക്കും ഡയറക്റ്റ് ലൈറ്റിംഗ് ആണ്, മറ്റേതായിരിക്കും ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് അല്ലേ? ഡയറക്റ്റ് ലൈറ്റിംഗിന്റെ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളെ ഈ ക്ലൗഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കണ്ടക്ടറിൽ വന്ന് പതിക്കുന്നുണ്ട്. അപ്പോഴത്തെ അതാണ് നമ്മൾ ഡയറക്റ്റ് സ്ട്രോക്ക് ഓഫ് ലൈറ്റിംഗ് എന്ന് പറയും. ഇൻഡയറക്റ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള കണ്ടക്ടർ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ക്ലൗഡ് വന്നിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഈ പവർ കണ്ടക്ടേഴ്സിന്റെ സൈഡിൽ എന്ത് ചെയ്യും? പവർ കണ്ടക്ടേഴ്സിന്റെ എൻഡിൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഡിസ്ചാർജ് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് എന്തായിരിക്കും? നമുക്ക് ഹൈ വോൾട്ടേജ് ചാർജസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഹൈ വോൾട്ടേജ് ചാർജസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രാവൽ ടുവേർഡ്സ് ദ ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ഇറ്റ് വിൽ ഡാമേജ് ദ അപ്പാരറ്റസ് വിച്ച് ഈസ് കണക്റ്റഡ് ത്രൂ ഇറ്റ്സ് ലെങ്ത്. സോ അതുകൊണ്ട് പറയാൻ പറ്റും ഇൻഡയറക്റ്റ് സ്ട്രോക്ക് ഓഫ് ലൈറ്റിംഗ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ്. ബിക്കോസ് എന്തായിരിക്കും? ഈസ് ഡേഞ്ചർ ബിക്കോസ് എന്തായിരിക്കും? നമുക്ക് അങ്ങനെ പറയാൻ പറ്റും is danger because എന്തായിരിക്കും? Because large surge develops and damage the apparatus. Because large surges are developed and damages the apparatus അല്ലേ? And damages the equipments നമുക്ക് പറയാൻ പറ്റും. The apparatus അല്ലെങ്കിൽ equipments. Apparatus or equipments. നമ്മൾ പറയാൻ പോകുന്ന പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്റ്റ് ലൈറ്റിംഗിന്റെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്ക്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡയറക്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്ക്.
സ്ട്രോക്ക്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡയറക്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്ക്. അപ്പോൾ നമ്മൾ സപ്പോസ് ഞാൻ പറയുകയാണ് നമ്മൾ ടവർ എന്ന് വിചാരിക്കുക. ഈ ടവറിൽ നമ്മളെ കണ്ടക്ടേഴ്സ് ഇങ്ങനെയാണ്. നമ്മളെ കണ്ടക്ടർ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ലൈറ്റിംഗ് ലോഡ് ഫസ്റ്റ് ഹൗ വി ക്യാൻ എസ്റ്റാബ്ലിഷ് എ പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് വൺ ബൈ യൂസിങ് ഗ്രൗണ്ട് വയർ. ഓർത്ത് വയ്ക്കുക, ഗ്രൗണ്ട് വയർ ഏത് ലൈറ്റിങ്ങിനാണ്? ഡയറക്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്കിനാണ് പ്രൊട്ടക്ഷൻ തരുന്നത്. ഓർത്ത് വയ്ക്കുക, ഗ്രൗണ്ട് വയർ ഗീവ്സ് പ്രൊട്ടക്ഷൻ ഫോർ എന്തായിരിക്കും? ഡയറക്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്ക്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പം നമ്മൾ പറഞ്ഞു എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ ഗ്രൗണ്ട് വയർ എങ്ങനെ ആയിരിക്കും? ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വയർ എന്ന് പറയുന്നത് അല്ലേ? ഈ ഗ്രൗണ്ട് വയർ നമ്മുടെ ടവറിന്റെ ടോപ്പ് പോർഷനിൽ കൂടെ ഗ്രൗണ്ട് വയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റിംഗ് സർജസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് വേണ്ടുള്ളത്? ഈ ലൈറ്റിംഗ് സർജസ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് വയർ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ ഈ സർജസിന് എന്ത് ചെയ്യണം? നമ്മുടെ എർത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണം അല്ലേ? അപ്പം എർത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് എന്തായിരിക്കും? ടവറിന്റെ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? Footing resistance of the tower should be very low അല്ലെ? Therefore the footing resistance of the tower should be എന്തായിരിക്കണം? Tower should be very low അല്ലെ? റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. കാര്യം ടവറിന്റെ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ടവറിന്റെ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. അങ്ങനെ കുറവാണെങ്കിൽ മാത്രമേ ഈ ലൈറ്റിംഗ് മൂലം ഡെവലപ്പ് ചെയ്ത സർജ് എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളെ എർത്തിലേക്ക് എന്ത് ചെയ്തുള്ളൂ? ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ എർത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊട്ടക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഫൂട്ടിംഗ് റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെയായിരിക്കും കുറയ്ക്കാൻ പറ്റുക? therefore വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. therefore എന്തായിരിക്കും? the footing resistance, the tower footing resistance can be reduced by using tower footing resistance can be എന്തായിരിക്കണം? കുറയണ്ടേ? can be reduced by using ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബൈ യൂസിങ് എന്തായിരിക്കും? ഗ്രൗണ്ട് റോഡ്സ്. ബൈ യൂസിങ് ഗ്രൗണ്ട് റോഡ്സ് ആൻഡ് എന്തായിരിക്കും? കൗണ്ടർ പോയിസസ്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗ്രൗണ്ട് റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ടവറിന്റെ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും? ബൈ യൂസിങ് ഗ്രൗണ്ട് റോഡ്സ് ആൻഡ് കൗണ്ടർ പോയിസസ്. എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് റോഡ്സ് വെക്കാൻ പറ്റുക? ഇതാ നമ്മുടെ ടവർ എങ്കിൽ എങ്ങനെയായിരിക്കും? സപ്പോസ് ദിസ് ഇസ് എ ടവർ. അപ്പൊ എന്തായിരിക്കും? ഇവിടുത്തേതായിരിക്കും നമ്മളുടെ ഗ്രൗണ്ട് റോഡ് എന്ന് പറയുന്നത്. therefore എന്ത് ചെയ്യുക? ഈ ടവറിന്റെ ഫൂട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഗ്രൗണ്ട് റോഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? എർത്ത് ചെയ്യും. എന്തായാലും നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൗണ്ട് റോഡ് എന്ന് പറയുന്നത്. ഇതതിന്റെ ബേസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഗ്രൗണ്ട് റോഡ്. കൗണ്ടർ പൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കൗണ്ടർ പൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കണ്ടക്ടേഴ്സ് വിച്ച് ഈസ് എന്തായിരിക്കും? വിച്ച് ഈസ് റണ്ണിങ് പാരലൽ വിത്ത് ദ പവർ കണ്ടക്ടർ അല്ലെ? ദാറ്റ് മീൻസ് കൗണ്ടർ പൈസസ് ആർ നത്തിങ് ബട്ട് എന്തായിരിക്കും? കൗണ്ടർ പൈസസ് ആർ നത്തിങ് ബട്ട് ദ കണ്ടക്ടേഴ്സ് വിച്ച് ഈസ് റണ്ണിങ് പാരലൽ വിത്ത് ദ ഗ്രൗണ്ട് കണ്ടക്ടർ എന്തായിരിക്കും അല്ലെ? therefore എന്തായിരിക്കും? അപ്പൊ അതിനാണ് നമ്മൾ കൗണ്ടർ പൈസ് പറയുന്നത്. therefore എന്തായിരിക്കും? ടവർ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ഒന്ന് ഗ്രൗണ്ട് റോഡ്സ്, രണ്ടാമതായിരിക്കും കൗണ്ടർ പൈസസ് അല്ലെ? കൗണ്ടർ പൈസ് പറഞ്ഞാൽ നത്തിങ് ബട്ട് കണ്ടക്ടേഴ്സ് വിച്ച് ഈസ് എന്തായിരിക്കും? വിച്ച് ഈസ് റണ്ണിങ് പാരലൽ വിത്ത് ദ പവർ കണ്ടക്ടർ എന്തായിരിക്കും? ത്രൂ ദ ഗ്രൗണ്ട് നമുക്ക് പറയാൻ പറ്റും. ത്രൂ ദ ഗ്രൗണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ടവർ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ഗ്രൗണ്ട് റോഡ്സ് ആൻഡ് കൗണ്ടർ പൈസസ്. എന്തിനാണ്? in order to protection against direct lightning strokes. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഷീൽഡിംഗ് ആംഗിൾ ഓഫ് ഗ്രൗണ്ട് വയർ. ഷീൽഡിംഗ് ആംഗിൾ എന്താ? ഷീൽഡിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഷീൽഡിംഗ് ആംഗിൾ, ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒരു പോയിന്റ് ആണ്. ഷീൽഡിംഗ് ആംഗിൾ. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ടവർ എന്ന് വിചാരിക്കാം. നമ്മൾ ടവർ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മളുടെ ഗ്രൗണ്ട് വയറാണ് ഈ വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് വയറാണെന്ന് വിചാരിക്കുക. ഈ ഗ്രൗണ്ട് വയറാണെന്ന് വിചാരിക്കുക. ഈ ഗ്രൗണ്ട് വയറും
നമ്മളുടെ ഈ കണ്ടക്ടർ എവിടെയാണ് വയ്ക്കുന്നത് കണ്ടോ, ഇതായിരിക്കും നമ്മളുടെ ഇൻസുലേറ്റർ വെച്ചിട്ട് ഇവിടെ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും നമ്മൾ കണ്ടക്ടർ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് വയറും ഈ കണ്ടക്ടറും തമ്മിലുള്ള എന്ത് ചെയ്യണം, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ദിസ് ആംഗിൾ ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം, ഇതിനാണ് നമ്മൾ ഷീൽഡിംഗ് ആംഗിൾ പറയുന്നത്. ദിസ് ആംഗിൾ ഇസ് ആൽഫ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, നമ്മളുടെ ഈ കണ്ടക്ടറും നമ്മളുടെ ഈ എന്തായിരിക്കും ഈ കണ്ടക്ടർ വരുന്നല്ലേ, ഈ കണ്ടക്ടറിന്റെയും ഈ ആംഗിളും നമ്മുടെ ഈ ടവർ ഈ ഗ്രൗണ്ട് വയറിന്റെ ആംഗിൾ, ആ ആംഗിൾ നമ്മൾ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്. ഈ ആൽഫ നമ്മൾ എന്ന് പറയുന്നത് ഷീൽഡിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ആൽഫ ഈസ് കാൾഡ് എന്തായിരിക്കും, ഷീൽഡിംഗ് ആംഗിൾ. ഇറ്റ് ഈസ് കാൾഡ് ഷീൽഡിംഗ് ആംഗിൾ. നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കണം, ദിസ് ഷീൽഡിംഗ് ആംഗിൾ ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ 40 ഡിഗ്രി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Therefore the shielding angle it must be less than എന്തായിരിക്കണം, 40 ഡിഗ്രി. That means the angle between the ground wire and the conductor. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷീൽഡിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഷീൽഡിംഗ് ആംഗിൾ ആൽഫ. ആൽഫ ഈസ് ദ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഗ്രൗണ്ട് വയർ ആൻഡ് കണ്ടക്ടർ. ഇതാണ് ഗ്രൗണ്ട് വയർ, നമ്മൾ കണ്ടക്ടർ ഇതാണ് നമ്മൾ കണ്ടക്ടർ പറയുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് വയറും ഈ കണ്ടക്ടർ തമ്മിലുള്ള ഈ ആംഗിൾ, ഇതിനാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഈ എന്തായിരിക്കും, ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഗ്രൗണ്ട് വയർ ആൻഡ് ദ കണ്ടക്ടർ. ദാറ്റ് ആംഗിൾ ആൽഫ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 40 ഡിഗ്രി. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ദ ഷീൽഡിംഗ് ആംഗിൾ ഷുഡ് ബി ലെസ് ദാൻ 40 ഡിഗ്രി. ദാറ്റ് മീൻസ് അതർവൈസ് എന്ത് ചെയ്യും, ഇപ്പൊ ഈ ആംഗിൾ ആൽഫ ഗ്രേറ്റർ ദാൻ 40 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഗ്രൗണ്ട് വയർ ഷുഡ് നോട്ട് ഗിവ് ദ സഫിഷ്യന്റ് പ്രൊട്ടക്ഷൻ. അപ്പം നമുക്ക് ഈ ഗ്രൗണ്ട് വയർ നമ്മൾ ഈ കണ്ടക്ടറിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഈ ഷീൽഡിംഗ് ആംഗിൾ ആൽഫ ഷുഡ് ബി ലെസ് ദാൻ 40 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഈ ഗ്രൗണ്ട് വയർ വെച്ചിട്ട് നമ്മൾ ഈ എന്ത് പറയുന്നത്, നമ്മളെ ഈ ലൈറ്റിംഗ് എന്തായിരിക്കും, ഈ ഡയറക്ടർ സ്റ്റോക്കിൽ നമ്മളെ ഈ കണ്ടക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. Therefore 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തായിരിക്കും, ടവർ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തായിരിക്കും, ടവർ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് അല്ലെ. ടവർ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് ഇറ്റ് ക്യാൻ ബി എന്തായിരിക്കും, റെഡ്യൂസ്ഡ് ബൈ യൂസിങ് എന്തായിരിക്കും, ബൈ യൂസിങ് ഗ്രൗണ്ട് റോഡ്സ് ആൻഡ് എന്തായിരിക്കും, കൗണ്ടർ പോയിസസ്. അത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് എന്താണ്, അടുത്ത പോയിന്റ് ഷീൽഡിംഗ് ആംഗിൾ ആൽഫ. ആൽഫ എന്തായിരിക്കണം, ആൽഫ ഇറ്റ് ഈസ് ലെസ് ദാൻ 40 ഡിഗ്രി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 2 പോയിന്റും ഓർത്ത് വയ്ക്കുക ഡയറക്റ്റ് സ്ട്രോക്സിൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എന്തായിരിക്കും, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. Next is lightning arrestor. Lightning arrestor പറയുമ്പോഴത്തേക്ക് എന്താ, it gives a protection of lines against എന്തായിരിക്കും, indirect stroke of lightning. That means it protects the line അല്ലെ. protection against എന്തായിരിക്കും, protection against indirect stroke of lightning. അപ്പം ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ചെയ്യുക, നമ്മളെ ലൈൻ ആണെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റർ, ദിസ് ഈസ് എ ലൈറ്റ്നിങ് അറസ്റ്റർ. സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും, ലൈറ്റ്നിങ് അറസ്റ്റർ. ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും, ലൈറ്റിംഗ് അറസ്റ്റർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ, നമ്മളെ ലൈൻ ആണെങ്കിൽ എന്തായിരിക്കും, ലൈറ്റിംഗ് അറസ്റ്റർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ലൈറ്റിംഗ് അറസ്റ്റർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ എങ്ങനെയായിരിക്കും, ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഗ്രൗണ്ട്. ഓർത്ത് വയ്ക്കുക, അതിന്റെ കണക്ഷൻ ഓർത്ത് വയ്ക്കുക. ലൈറ്റിംഗ് അറസ്റ്റർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഗ്രൗണ്ട്. സെക്കൻഡ് പോയിന്റ്, ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഇംപെഡൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ലൈറ്റ്നിങ് അറസ്റ്റർ ഓഫേഴ്സ് എന്തായിരിക്കും, നോൺ ലീനിയർ ഇംപെഡൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ പറയുകയാണ്, നമ്മളിപ്പം ഈ ലൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലൈറ്റിംഗ് അറസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ലൈറ്റിംഗ് സർജസ് ഇവിടെ വന്ന് വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ലൈറ്റിംഗ് സർജസ് എന്ത് ചെയ്യും, ദിസ് ലൈറ്റിംഗ് അറസ്റ്റർ ഇറ്റ് ഓഫേഴ്സ് ലോ ഇംപെഡൻസ് ടു, അല്ലെങ്കിൽ എന്തായിരിക്കും, ലോ ഇംപെഡൻസ് ടു എന്തായിരിക്കും, നമ്മുടെ
സർജസിന് ലോ ഇമ്പഡൻസ് പാത്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യും, ലോ ഇമ്പഡൻസ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ലൈനിൽ വന്ന് വീഴുന്ന വന്ന സർജ് എന്ത് ചെയ്യും, അത് എർത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകും. therefore that means നമുക്ക് എന്ത് പറയാൻ പറ്റും, മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും, ലൈറ്റ്നിങ് അറസ്റ്റർ ഓഫേഴ്സ് അല്ലെ, ലൈറ്റ്നിങ് അറസ്റ്റർ ഓഫേഴ്സ് ലോ ഇമ്പഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസും പറയാൻ പറ്റും. ലോ ഇമ്പഡൻസ് ടു എന്തായിരിക്കും, ടു ഹൈ ഫ്രീക്വൻസി സർജസ്, ടു ഹൈ ഫ്രീക്വൻസി സർജസ്. അടുത്തെന്തായിരിക്കും, നാലാമത്തെ പോയിന്റ്, അപ്പൊ സർജ് വരുമ്പോഴത്തേക്ക് മാത്രമേ ലൈറ്റിംഗ് അറസ്റ്റർ പിക്ചറിൽ വരുന്നുള്ളൂ. അപ്പൊ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ എന്തായിരിക്കും, നോർമൽ പവർ ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് ഓഫേഴ്സ് എന്തായിരിക്കും, ഹൈ ഇമ്പഡൻസ് അല്ലെ. therefore എന്തായിരിക്കും, ലൈറ്റിംഗ് അറസ്റ്റർ, അടുത്ത പോയിന്റ്, ഓഫേഴ്സ് ഹൈ ഇമ്പഡൻസ്, ലൈറ്റിംഗ് അറസ്റ്റർ ഓഫേഴ്സ് ഹൈ ഇമ്പഡൻസ് ടു എന്തായിരിക്കും, ഹൈ ഇമ്പഡൻസ് ടു പവർ ഫ്രീക്വൻസി വോൾട്ടേജ്. നമ്മുടെ വർക്കിംഗ് വോൾട്ടേജ് സമയത്ത് എന്തില്ല, നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റർ പിക്ചറിൽ വരുന്നില്ല. ഏതെങ്കിലും സർജ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ലൈറ്റിംഗ് അറസ്റ്റർ പിക്ചറിൽ വരുള്ളൂ. അതാണ് ഈ പറയുന്ന പോയിന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓഫേഴ്സ് ഹൈ ഇമ്പഡൻസ് ടു പവർ ഫ്രീക്വൻസി സർജസ്, പവർ ഫ്രീക്വൻസി സർജസ്. അപ്പോ നമുക്ക് പറയാൻ പറ്റും, ഇപ്പം അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പൊ സർജസ്, ഇപ്പൊ ഈ സർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ലൈറ്റിങ്ങിന് മാത്രമല്ല, ഒരു സർജ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ സർജ് ഉണ്ടാവണമെങ്കിൽ സർജ് ക്യാൻ ഒക്കർ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അത് ഓർത്ത് വെച്ചോളൂ. സർജ് മേ ബി ഡ്യൂ ടു, ഒന്നാമത്തെ എന്തായിരിക്കും, ലൈറ്റ്നിങ് അല്ലെ, സർജ് മേ ബി ഡ്യൂ ടു, ഫസ്റ്റ് പോയിന്റ് എന്താ, ഫസ്റ്റ് ഒന്ന് എന്തായിരിക്കും, ഫസ്റ്റ് ഇറ്റ് മേ ഡ്യൂ ടു ലൈറ്റ്നിങ്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെയും സംഭവിക്കുക, എങ്ങനെ ആയിരിക്കും സംഭവിക്കുക, ഡ്യൂ ടു സ്വിച്ചിങ് സമയത്തും സർജസ് ഡെവലപ്പ് ചെയ്യാം, ഡ്യൂ ടു സ്വിച്ചിങ്. അടുത്തത് എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താ, മൂന്നാമത്തത് ഡ്യൂറിങ് റെസൊണൻസ്, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡി ഇൻസുലേഷൻ ഫെയിലുവർ, അല്ലെങ്കിൽ എന്തായിരിക്കും, RDE ആർക്കിംഗ് ഗ്രൗണ്ട്സ്. ഈ ഒരു 5 റീസണിൽ ഈ ഒരു 5 റീസണും എന്ത് ചെയ്യുന്നുണ്ട്, സർജസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ പവർ സിസ്റ്റത്തിനകത്ത്. നമ്മളിപ്പോൾ പറയുന്നത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത് ലൈറ്റിങ്ങിനെ മാത്രമാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ സർജസ് ഉണ്ടാവുന്നത് ഈ ഒരു 5 റീസൺ വെച്ചിട്ടാണ്. ഒന്ന് ലൈറ്റിനിങ്ങും സ്വിച്ചിങ്, ഇത് രണ്ടുമാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് വരുന്നത്. ഈ രണ്ടും, ലൈറ്റിനിങ്ങും സ്വിച്ചിങ്ങും ആയിരിക്കും നമ്മുടെ പവർ സിസ്റ്റം നെറ്റ്വർക്കിൽ സർജസ് ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഈ ആർക്കിംഗ് ഗ്രൗണ്ട് ഇറ്റ് ക്യാൻ ബി, ഇത് സർജസ് ഡ്യൂ ടു ആർക്കിംഗ് ഗ്രൗണ്ട് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ യൂസിങ് ന്യൂട്രൽ എർത്തിങ്. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ബൈ യൂസിങ് ന്യൂട്രൽ എർത്തിങ്. ദാറ്റ് മീൻസ് ആർക്കിംഗ് ഗ്രൗണ്ട് ക്യാൻ ബി എലിമിനേറ്റഡ്, സർജസ് ഡ്യൂ ടു ആർക്കിംഗ് ഗ്രൗണ്ട് ക്യാൻ ബി എലിമിനേറ്റഡ് യൂസിങ് ന്യൂട്രൽ എർത്തിങ് എന്ന് പോയിന്റ് ഓർത്ത് വെച്ചോ. അപ്പൊ നമുക്ക് ഈ ഇത്ര നമ്മൾ പറഞ്ഞു ലൈറ്റിംഗ് അറസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മുടെ പവർ സിസ്റ്റത്തിനകത്ത് ലൈറ്റിംഗ് മാത്രമല്ല ഹൈ വോൾട്ടേജ് സർജസ് ഡെവലപ്പ് ചെയ്യുന്നത്, വേറെ ബാക്കി ആരൊക്കെ ആയിരിക്കും, ഇത്രയും ഈ ഒരു 5 കമ്പോണൻസ് നമ്മളുടെ പവർ സിസ്റ്റത്തിൽ സർജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. therefore നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ലൈറ്റിംഗ് അറസ്റ്റർ എന്നുള്ള പേര് മാറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore it is called സർജ് അറസ്റ്റർ, അല്ലെങ്കിൽ എന്തായിരിക്കും, സർജ് ഓർ സർജ് ഡൈവേർട്ടർ എന്നും പറയാറുണ്ട്. it is called സർജ് ഡൈവേർട്ടർ. ബിക്കോസ് എന്തായിരിക്കും, ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റിംഗിന് മാത്രം പ്രൊട്ടക്ഷൻ തരുന്ന ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്തായിരിക്കും, പവർ സിസ്റ്റത്തിൽ സർജ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തൊക്കെ കൊണ്ടാണ്, ലൈറ്റിംഗ് മാത്രമല്ല, സ്വിച്ചിങ് ഉണ്ട്, റെസൊണൻസ് ഉണ്ട്, ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ട്, ആർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ 5 റീസൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പവർ സിസ്റ്റത്തിനകത്ത് സർജ് ഡെവലപ്പ് ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. therefore അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ആ ഒരു അപ്പാരറ്റസ് നമുക്ക് മാറ്റാൻ പറ്റും. എന്തായിരിക്കും, ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് സർജ് ഡൈവേർട്ടർ അല്ലെങ്കിൽ എന്താ, സർജ് അറസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ചോദിക്കുന്നതാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എന്തായിരിക്കും, for lines up to 250 kV എന്തായിരിക്കും, lighting surges are more dangerous. Lightning surges are more dangerous. Then next point, for lines above 250 kV, for lines above 250 kV എന്തായിരിക്കും, switching surges are more dangerous. Switching surges are
മോർ ഡേഞ്ചറസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Therefore, this is very very important. എന്തായിരിക്കും for lines up to 250 kV എന്തായിരിക്കും 250 kV വരെയുള്ള ലൈൻസ് എന്തായിരിക്കും ലൈറ്റിംഗ് സർജസ് ആർ മോർ ഡേഞ്ചറസ് up to 250 kV. ബട്ട് എക്സ്ട്രാ ഹൈ വോൾട്ട് അല്ലെങ്കിൽ എന്താ അൾട്രാ ഹൈ വോൾട്ടേജ് പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ലൈറ്റിംഗ് സർജസ് അല്ല അവിടുത്തെ ഡേഞ്ചർ എന്തായിരിക്കും സ്വിച്ചിങ് സർജസ് ആയിരിക്കും ഡേഞ്ചർ. Therefore, based upon the voltage levels നമുക്ക് എന്താ പറയാൻ പറ്റും for up to 250 kV എന്തായിരിക്കും ലൈറ്റിംഗ് സർജസ് ആർ ഡോമിനേറ്റിംഗ്, അല്ലെങ്കിൽ എന്തായിരിക്കും above 250 kV എന്തായിരിക്കും സ്വിച്ചിങ് സർജസ് ആർ ഡോമിനേറ്റിംഗ്. ഈ പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഒരുപാട് തവണ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. അടുത്ത ടൈപ്സ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റർ. അടുത്തത് ടൈപ്സ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റർ. ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് അറസ്റ്റർ എന്തായിരിക്കും? ഫസ്റ്റ് വരുന്നതായിരിക്കും റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ. റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ നമ്മളെ ട്രാൻസ്മിഷൻ ലൈൻ, നമ്മളുടെ ലൈൻ ഇതാണ്. ഈ ലൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തായിരിക്കും റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും ഇത് ഗ്യാപ്പ് ആണ് അല്ലേ. സോ ഇത് ഗ്യാപ്പ് സർജ് ഒന്ന് വീഴുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? സർജ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഈ ഗ്യാപ്പ് അയണൈസ് ചെയ്യും. ഗ്യാപ്പ് അയണൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആ സർജ് എന്ത് ചെയ്യും? നേരെ എർത്തിലേക്ക് എന്ത് ചെയ്യും? ബൈപാസ് ചെയ്ത് പോലെ. Therefore, ഡ്യൂ ടു സർജ് എന്തായിരിക്കും? ഡ്യൂ ടു സർജ് ദ ഗ്യാപ്പ് അയണൈസ്ഡ് ഡ്യൂ ടു സർജ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഡ്യൂ ടു സർജ് ദ ഗ്യാപ്പ് ഗെറ്റ് അയണൈസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് എന്തായിരിക്കും സർജ് ഈസ് ഡൈവേർട്ടഡ് ടു എർത്ത് അല്ലേ. അപ്പം ഈ റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എന്തൊക്കെയായിരിക്കും? സ്ട്രിംഗ് ഇൻസുലേറ്റർ, അടുത്തതായിരിക്കും ഇൻസുലേറ്റർ ബുഷിങ്സ് ആൻഡ് ഇൻസുലേറ്റർ ബുഷിങ്സ്. ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എന്തായിരിക്കും? സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ ബുഷിങ്സ്. അടുത്തതായിരിക്കും ഈ റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ ഈസ് എ ചീപ്പ് ആൻഡ് സിമ്പിൾ ലൈറ്റിംഗ് അറസ്റ്റർ. ഇറ്റ് ഈസ് ചീപ്പ് ആൻഡ് സിമ്പിൾ. സോ ഈ രണ്ട് പോയിന്റും ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് റോഡ് ഗ്യാപ്പ് ലൈറ്റിംഗ്. എല്ലാത്തിനെയും കൺസെപ്റ്റ് എല്ലാം ചെയ്യുന്നത് തന്നെ. സർജ് വരുമ്പോഴത്തേക്ക് എർത്തിലേക്ക് ഡൈവേർട്ട് പോകും, അത്രേ ഉള്ളൂ. അടുത്തതായിരിക്കും എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ. Next is expulsion type lightning arrestor. Expulsion type. Expulsion type lightning arrestor. എന്തായിരിക്കും നമ്മളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? സ്പാർക്ക് ഗ്യാപ്പ്. ദിസ് ഇസ് സ്പാർക്ക് ഗ്യാപ്പ്. ഇവിടെ എന്തായിരിക്കും? ഫൈബർ ലൈനിങ് ഉണ്ടാവും ഇവിടെ. ഞാൻ ആ മാനുവലിന്റെ പടങ്ങൾ ഈ ഡയഗ്രാംസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതിനകത്ത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ഫൈബർ ലൈനിങ്സ്. എന്ത് ചെയ്യുന്നത്? നേരെ കൊണ്ടുവന്നിട്ട് എർത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. കണക്ട് ടു എർത്ത്. ഇപ്പൊ എന്താ സംഭവിക്കുക? എന്തെങ്കിലും ഒരു സർജ് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഈ സ്പാർക്ക് ഗ്യാപ്പ് മൈനസ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ കണ്ടോ, ഈ ഫൈബർ ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ ഫൈബർ ലൈനിങ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് എന്തായിരിക്കും? ഹൈ പ്രഷർ ഗ്യാസ്. ഈ ഗ്യാസ് എന്ത് ചെയ്യും? ഈ ഹൈ പ്രഷർ ഗ്യാസ് ഡെവലപ്പ് ചെയ്യും. ഈ ഹൈ പ്രഷർ ഗ്യാസ് എന്ത് ചെയ്യും?
the arc in the lighting arrestor is thrown out after the operation. എന്തായിരിക്കും fiber lining need to be replaced. Therefore, നമ്മുടെ ഈ സർജ് വരുമ്പോഴത്തേക്കും സ്പാർക്ക് ഗ്യാപ്പ് get ionized and എന്തായിരിക്കും during surges എന്തായിരിക്കും high pressure gas is produced in the fiber linings. അല്ലെങ്കിൽ ആ ചേമ്പറിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഈ ചേമ്പറിൽ ഹൈ പ്രഷർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് എന്താ ചെയ്യും, ആർക്ക് പ്രൊഡ്യൂസ്ഡ് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ത്രോൺ ഔട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും അതാണ് നമ്മൾ പറയുന്നത് എക്സ്പൾഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ത്രോൺ ഔട്ട് ആഫ്റ്റർ ദ ഓപ്പറേഷൻ. Therefore, ഓർത്ത് വയ്ക്കുക, ഹൈ പ്രഷർ ഗ്യാസ് ഇസ് ഡെവലപ്ഡ്. ഈ സ്പാർക്ക് ഗ്യാപ്പ് അയണൈസ് ചെയ്ത് തിരിച്ച് നമ്മൾ എർത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഹൈ പ്രഷർ ഗ്യാസ് ഇസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫൈബർ ലൈനിങ്സ്. പിന്നെ എന്ത് ചെയ്യും, ദെൻ ആഫ്റ്റർ ദ ഓപ്പറേഷൻ എന്ത് പറയാൻ പറ്റും, ആഫ്റ്റർ എവറി ഓപ്പറേഷൻ എന്തായിരിക്കും, ദ ഫൈബർ ലൈനിങ് നീഡ് ടു ബി റീപ്ലേസ്ഡ്. ആഫ്റ്റർ സം ഓപ്പറേഷൻസ് ദ ഫൈബർ ലൈനിങ്സ് നീഡ് ടു ബി റീപ്ലേസ്ഡ്. ഓർത്ത് വെച്ചാൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നും ചോദിക്കത്തില്ല. എക്സ്പൾഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റ് ഉണ്ട്, ഇങ്ങനെ അറസ്റ്റ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചോളൂ. നമുക്ക് വേണ്ടുള്ളത് അടുത്താണ് വാൽവ് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റ്. വാൽവ് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റ്. എക്സ്പൾഷൻ ടൈപ്പ് ഒന്നും ചോദിച്ചു, അതിനകത്തൊന്ന് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വാൽവ് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ നോക്കി വയ്ക്കുക. വാൽവ് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ലൈനാണ് നമ്മളുടെ സ്പാർക്ക് ഗ്യാപ്പ്. ഇതായിരിക്കും നമ്മളുടെ നോൺ ലീനിയർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിനകത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് ഗ്യാപ്പ് ഇതാണ്. ഇത് നോൺ ലീനിയർ മെറ്റീരിയൽ. ഇതായിരിക്കും placed in series അല്ലെ, placed in series. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, സിലിക്കൺ കാർബൈഡ് ഡിസ്ക്. സിലിക്കൺ കാർബൈഡ് ഡിസ്ക്. പിന്നെ the non-linear characteristics is given by I is equal to K into V raised to N, where N is the non-linear index. For valve type lighting arrestor, N എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, N is equal to, N ranges from 5 to 8. N is from 5 to 8. ഈ അതിനകത്ത് ഓർത്ത് വയ്ക്കാനുള്ള കാര്യം എന്തായിരിക്കും, നോൺ ലീനിയർ മെറ്റീരിയൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ സീരീസ്. സിലിക്കൺ കാർബൈഡ് ഡിസ്ക് ആയിരിക്കും ഇവിടുത്തെ നോൺ ലീനിയർ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ലൈറ്റിംഗ് അറസ്റ്റർ. ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്റർ. സെയിം തന്നെ, കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. നെക്സ്റ്റ് ഈസ് മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്റർ. ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടെ നമുക്ക് അതിന് സ്പാർക്ക് ഗ്യാപ്പ്, ഇവിടെ എന്തായിരിക്കും, നമ്മളുടെ മെറ്റൽ ഓക്സൈഡ്, ഇതായിരിക്കും നമ്മുടെ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. നോൺ ലീനിയർ, ഇവിടുത്തെ നോൺ ലീനിയർ കമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും വരിക, സിങ്ക് ഓക്സൈഡ് ZnO. സിങ്ക് ഓക്സൈഡ് ഈസ് ദ എന്തായിരിക്കും നമ്മളുടെ സിങ്ക് ഓക്സൈഡ് ഡിസ്ക്, ZnO ഡിസ്ക് ഈസ് എ നോൺ ലീനിയർ മെറ്റീരിയൽ. അല്ലെങ്കിൽ എന്തായിരിക്കും, സിങ്ക് ഓക്സൈഡ് ഡിസ്ക് ഈസ് എ നോൺ ലീനിയർ മെറ്റീരിയൽ. ഇറ്റ് ഈസ് എ എന്തായിരിക്കും, മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്റർ ഈസ് എ മോസ്റ്റ് എഫിഷ്യന്റ്. പിന്നെ എന്തായിരിക്കും, ലെസ് വെയിറ്റ്, ലെസ് സൈസ് as compared to എന്തായിരിക്കും, compared to valve type lighting arrestor. Valve type lighting arrestor is also called Thyrite lighting arrestor. Valve type lighting arrestor is also called Thyrite lighting arrestor. Compared to valve type lighting arrestor or Thyrite type lighting arrestor. This metal oxide lighting arrestor, അടുത്ത പോയിന്റ്, മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് DC സിസ്റ്റം. പിന്നെ എന്തായിരിക്കും വരിക, അതിന്റെ നോൺ ലീനിയാരിറ്റി I is equal to K into V raised to N. എന്തായിരിക്കും, where N ranges from 35 to 50.
അപ്പോൾ എന്തായിരിക്കും നോൺ ലീനിയാരിറ്റി കൂടുതലായിരിക്കും. നമ്മൾ തൈറൈറ്റിനെ നമ്മൾ പഠിച്ചതായിരിക്കും n is equal to 5 to 8. ഇവിടെ എന്തായിരിക്കും 35 to 50. അപ്പോഴത്തേക്ക് എന്തായിരിക്കും മോസ്റ്റ് എഫിഷ്യന്റ് ഏതായിരിക്കും മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്റർ. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. എന്തായിരിക്കും മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്ററിന്റെ എന്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക, തൈറൈറ്റിന്റെ എന്തായിരിക്കും എന്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക. ആ മെറ്റീരിയൽസ് ഓർത്ത് വയ്ക്കുക. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സിങ്ക് ഓക്സൈഡും മറ്റെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സിലിക്കൺ കാർബൈഡ് ഡിസ്ക് അല്ലെ തൈറൈറ്റ് എന്ന് പറയുമ്പോൾ. നോക്കിയേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ലൈറ്റിംഗ് അറസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ ഓപ്ഷൻ എ series with the line, option B between line and earth, option C to a pole near the line, and option D to circuit breaker. അല്ലെ നമ്മൾ പഠിച്ചതായിരിക്കും ഹൈ വോൾട്ടേജ് സർജസ് വന്ന് വരുമ്പോൾ ഞാൻ നേരെ അത് എർത്തിലേക്ക് കണക്ട് ചെയ്തു പോകും. അപ്പൊ എങ്ങനെ ആയിരിക്കും വരിക, എർത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു അല്ലെ. therefore എന്തായിരിക്കും ലൈറ്റിംഗ് അറസ്റ്റർ ഈസ് ആൾവേസ് കണക്റ്റഡ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത്. എപ്പോഴും ചോദിക്കുന്നത് ഡിപ്ലോമ ബേസ്ഡ് ഏത് എക്സാംസിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. ലൈറ്റിംഗ് അറസ്റ്ററിന്റെ കണക്ഷൻ കൊടുത്ത് വയ്ക്കാം. സോ ആൻസർ അതായിരിക്കും ഇറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, switching over voltages are more hazardous than lighting surges. Switching over voltages are more hazardous than lightning surges. Surges in case of option A LV system, option B 11 kV system, option C unbalanced system, and option D extra high voltage and ultra high voltage system. Switching over voltages are more hazardous. നമ്മൾ പഠിച്ചു അല്ലെ, നമ്മൾ ആ ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചില്ലേ. അപ് ടു 250 kV എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, അപ് ടു 250 kV ലൈറ്റിംഗ് സർജസ് ആർ മോർ ഡേഞ്ചറസ് അല്ലെ. അടുത്തായിരിക്കും എബവ് 250 kV എന്തായിരിക്കും സ്വിച്ചിങ് സർജസ് ആർ മോർ ഡേഞ്ചറസ് അല്ലെ. ഈ ഓപ്ഷൻ നോക്കിയേ, നമ്മൾ കറക്റ്റായിട്ട് പറയാൻ നമ്മൾ ആൻസർ ഏതാ വേണ്ടേ, UHV സിസ്റ്റം അല്ലെ. ദാറ്റ് മീൻസ് സ്വിച്ചിങ് ഓവർ വോൾട്ടേജ് ഡോമിനേറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും, അൾട്രാ ഹൈ വോൾട്ടേജ് സിസ്റ്റം. അപ്പൊ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ എ LV സിസ്റ്റം, 11 kV സിസ്റ്റം, ഓപ്ഷൻ സി ബാലൻസ്ഡ് അൺബാലൻസ്ഡ് സിസ്റ്റം. therefore നമുക്ക് എന്തായിരിക്കും ഡി ആയിരിക്കും നമ്മളുടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. അത് ഓർത്ത് വയ്ക്കുക. അപ് ടു 250 kV എന്തായിരിക്കും ലൈറ്റിംഗ് സർജസ് ആർ എന്തായിരിക്കും ഡേഞ്ചറസ്. എബവ് 250 kV എന്തായിരിക്കും സ്വിച്ചിങ് സർജസ് ആർ ഡേഞ്ചറസ്. ഓർത്ത് വയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം ലൈറ്റിംഗ് അറസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, in case of over voltage protection scheme, option A use of ground wire in shielding method, whereas use of spark gap and lighting arrestor,
use of spark gap and lightning arrestor are non-shielding method. Are non-shielding method. Option B, use of ground wire. Use of ground wire is non-shielding method. Is non-shielding method, whereas use of spark gap and lightning arrestor are shielding methods. Right, spark gap and lightning arrestor are shielding methods. Option C, use of ground wire. Use of ground wire and lightning arrestor is shielding method. And lightning arrestor is shielding method and spark gap is non-shielding. And spark gap is non-shielding. Option D, use of ground wire and spark gap is shielding and lightning arrest is non-shielding. Answer. That means in case of overvoltage protection scheme, use of ground wire as shielding method, whereas use of spark gap and lightning arrest are non-shielding method. Now, question നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് വയർ പ്രൊട്ടക്ഷൻ എന്തായിരിക്കും ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്ട്രോക്കിലാണ് ഗ്രൗണ്ട് വയർ ഷീൽഡിങ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തായിരിക്കും തന്നിരിക്കുന്നത്, ഇവിടെ ഓവർ വോൾട്ടേജ് ആ. ഓവർ വോൾട്ടേജ് മീൻസ് എന്തായിരിക്കും, സർജസ് ആ, നമ്മളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഓവർ വോൾട്ടേജ് ആ. അത് ഗ്രൗണ്ട് വയർ ആണോ അത് ചെയ്തിരുന്നത്? അല്ല. എന്തായിരിക്കും തരുന്നത്? അത് പിന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരായിരിക്കും ചെയ്യുന്നത്? ഗ്രൗണ്ട് വയർ അല്ല ഷീൽഡ് ചെയ്യുന്ന ആരായിരിക്കും? മറ്റ് സ്പാർക്ക് ഗ്യാപ്പ് ആൻഡ് ലൈറ്റിംഗ് അറസ്റ്റ് ആർ ദ ഷീൽഡിംഗ് മെത്തേഡ്സ്. ഗ്രൗണ്ട് വയർ ഷീൽഡിംഗ് മെത്തേഡ് അറ്റാക്ക് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഗ്രൗണ്ട് വയർ ഷീൽഡിംഗ് മെത്തേഡ് ക്യാൻ ബി ആക്ട് ഓൺലി ഇൻ ഡയറക്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്സ്. ഇവിടെ എന്തായിരിക്കും? ഓവർ വോൾട്ടേജ്. ഓവർ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. യൂസ് ഓഫ് ഗ്രൗണ്ട് വയർ എന്തായിരിക്കും? നോൺ ഷീൽഡിങ്ങും, വേറെ യൂസ് ഓഫ് സ്പാർക്ക് ഗ്യാപ്പ് ആൻഡ് ലൈറ്റിംഗ് അറസ്റ്റ് ആർ ഷീൽഡിംഗ് മെത്തേഡ്സ്. ഓർത്ത് വയ്ക്കുക, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചാടി പിടിച്ച് എന്തായിരിക്കും ഗ്രൗണ്ട് വയർ ഷീൽഡിംഗ് എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. കാര്യം എന്തായിരിക്കും തന്നിരിക്കുന്നത് നോക്കണം. തന്നിരിക്കുന്നത് എന്താ? ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. ഓവർ വോൾട്ടേജ് നമ്മുടെ സിസ്റ്റത്തിലെ വോൾട്ടേജ് ആണ്, ലൈറ്റിംഗ് സ്ട്രോക്ക് അല്ല തന്നിരിക്കുന്നത്. ഡയറക്റ്റ് ലൈറ്റിംഗ് സ്ട്രോക്ക് തരുവാണെങ്കിൽ മാത്രമേ ഗ്രൗണ്ട് വയർ ഷീൽഡിംഗ് മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓർത്ത് വെക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ടതിനകത്ത്. പിന്നെന്തായിരിക്കും നമ്മൾ ലൈറ്റിംഗ് അറസ്റ്ററിന്റെ ടൈപ്സിനകത്ത് മെറ്റൽ ഓക്സൈഡ് ലൈറ്റിംഗ് അറസ്റ്ററിന്റെ മെറ്റീരിയലിനെ പറ്റി ഓർത്ത് വെക്കുക. എന്തായിരിക്കും? സിങ്ക് ഓക്സൈഡ് ഡിസ്ക് അല്ലേ. പിന്നെന്തായിരിക്കും എന്ന് പറയുന്ന നോൺ ലീനിയർ ഇൻഡെക്സിന്റെ വാല്യൂ ഓർത്ത് വെക്കുക. തൈറോയ്ഡ് ടൈപ്പ് അല്ലെങ്കിൽ വാൽവ് ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റ് ഓർത്ത് വെക്കുക. എക്സ്പ്രഷൻ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്റ് ജസ്റ്റ് നോക്കി വിടുക. ലോഡ് ടൈപ്പ് നോക്കി വിടുക. പിന്നെ ഇത് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ് ടു 250 kV, എബൌട്ട് 250 kV ഏത് ഡോമിനേറ്റ് ചെയ്യുന്ന ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ഷീൽഡിംഗ് ആംഗിൾ ആൽഫ, then how to improve the how to reduce the എന്തായിരിക്കും tower footing resistance in order to get effective protection against direct lighting strokes. Okay, ഇത് go through ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ട്. Okay, thank you.